ബഹുമാനപ്പെട്ട യൂസഫുൽ ജീലാനി തങ്ങൾ ഉണ്ടായിരുന്നല്ലേ, നമുക്കൊക്കെ അറിയില്ല. മൂപ്പരെ മോനപ്പോടുന്ന് പോയില്ലേ യൂസഫുൽ ജീലാനി തങ്ങൾ, ഞമ്മക്കൊക്കെ ഉള്ള ഒരു ഷെയ്ഖാ മൂപ്പര്. യൂസഫുൽ ജീലാനി തങ്ങൾ അല്ലാഹു റബ്ബി. ഒരാളെങ്ങനെ സ്റ്റേജിൽ കയറി വന്ന ഒരാൾ അപ്പൊ തന്നെ എന്നോട് ചോദിച്ചു, മൂപ്പര് ഇവൻ ഏതാടാ? ഞാൻ അറിയില്ല പാപ്പ, ഓൻ കള്ളനാട്ടോ. ഉള്ളത് അപ്പം മുഖത്ത് നോക്കി പറയാൻ കഴിയുന്ന ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. മൂപ്പര് വഫാത്താകുന്നതിന് തൊട്ട് മുമ്പത്തെ ഹജ്ജ് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ആ ഹജ്ജ് സമയത്ത് ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടതാണ്. പടച്ചോനെ, AP ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം. എന്താ മൂപ്പര് ദ്വാരക്കണത്? AP ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം. ഉപ്പാപ്പ എന്താ ഇങ്ങനെ ദ്വാരക്കണത്? അപ്പൊ പറഞ്ഞു, ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ AP ഉസ്താദ് വന്ന് മയ്യത്ത് നിസ്കരിക്കും. ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും. ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും. അത്രയധികം യതീം മക്കളെ പോറ്റിയ വാപ്പയാണ് ഉസ്താദ്. അത്രയധികം അഹ്ലു ബൈത്തിന് മഹബത്ത് വെച്ച ആളാണ് ഉസ്താദ്. അത്രയധികം പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ സഹായിച്ച ആളാണ് ഉസ്താദ്. അത്രയധികം അള്ളാഹുവിന്റെ ഭൂമി വഖഫാക്കിയിട്ട് പള്ളി ഉണ്ടാക്കിയ ആളാണ് ഉസ്താദ്. അത്രയധികം അലിമീങ്ങളെ മുതഅല്ലിമീങ്ങളെ വാർത്തെടുത്ത ആളാണ് ഉസ്താദ്. ആ ഉസ്താദിന്റെ നാവുകൊണ്ട് എന്റെ മയ്യത്തിന് മുമ്പിൽ വെച്ചിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് ഉസ്താദ് ദുആർന്നാൽ എനിക്ക് സ്വർഗം ഉറപ്പാണ്. ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് തന്നെ ആരോ ഫാത്തായി, ഉപ്പാപ്പ ഫാത്തായി. അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്ക് എല്ലാറ്റിനെയും ഗണ്ണിക്കാം, എല്ലാറ്റിനെയും കൊക്കും കുളത്തൊക്കെ പറയാം. പക്ഷേ ഒരു ഖബർ ജീവിതത്തിലേക്ക് പോകാനുണ്ട്. 2 അറക്കടയിലാണ് നമ്മുടെ ജീവിതം. ഗർഭാശയം കഴിഞ്ഞു, ഇനി മറ്റൊരു അറ വരാനുണ്ട്. അത് ഖബറാണ്. അത് സ്വർഗമാകണോ? 2 കുളിപ്പിക്കലിനിടയിലാണ് നമ്മുടെ ജീവിതം. ഒരു കുളിപ്പിക്കൽ കഴിഞ്ഞു, രണ്ടാമത്തത് വരാനുണ്ട്. 2 വാഹനങ്ങൾക്കിടയിലാണ് നമ്മുടെ ജീവിതം. ഒരു വാഹനം ഉമ്മയുടെ കൈ അവസാനിച്ചു, ഇനി നമുക്ക് കഥാ മലർന്ന് കടന്ന് പോകാനുള്ള മയ്യത്ത് കട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്.